A city of sun, space and verdure. അതാണ് ചണ്ഡീഗഡ്. ഈ നഗരത്തിൻ്റെ സൗന്ദര്യം ഒരു ആകസ്മികതയല്ല. ഇവിടുത്തെ ഓരോ ഇടങ്ങളും ഒരു ആർക്കിടെക്റ്റ് സൂക്ഷ്മതയോടെ ദീർഘവീക്ഷണത്തോടെ ചെയ്തെടുത്തതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പൂർണ്ണമായി പ്ലാനിങ്ങോടുകൂടി നിർമ്മിക്കപ്പെട്ട ആധുനിക നഗരമായ ചണ്ഡീഗഡ് പ്രകൃതിയുടെ ശാന്തതയും ആധുനിക ആർക്കിടെക്ചറിൻ്റെ കൃത്യതയും ചേർന്ന ഒരു മനോഹരമായ വിശേഷതയാണ്. ചണ്ഡീഗഡ് നഗരത്തിൻ്റെ രൂപകൽപ്പന ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ ഒരു പ്രമുഖ അധ്യായമാണ്. 1947 വിഭജനത്തിനു ശേഷം പഞ്ചാബിൻ്റെ പഴയ തലസ്ഥാനം ലാഹോർ പാകിസ്ഥാനിലായതിനെ തുടർന്ന് പുതിയ തലസ്ഥാനമായ ഒരു നഗരം നിർമ്മിക്കാനുള്ള തീരുമാനം ഇന്ത്യയിലെ നേതാക്കൾ കൈക്കൊണ്ടു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന പ്രേരകശക്തി. ഈ നഗരം ആധുനികതയുടെ പ്രതീകമായിരിക്കണം, ഒരു പുതിയ ഇന്ത്യയുടെ പ്രതീകമായിരിക്കണം എന്നതായിരുന്നു നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട്. ആദ്യഘട്ടത്തിൽ അമേരിക്കൻ ശില്പി ആൽബർട്ട് മേയർ ഇതിൻ്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം വഹിച്ചു. പക്ഷേ 1950 അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ മാത്യു നോവിക്കിൻ്റെ മരണത്തോടെ ആ പദ്ധതി നിർത്തിയിടുകയും പുതിയ രൂപകൽപ്പനയ്ക്ക് ഫ്രഞ്ച് ആർക്കിടെക്റ്റ് ലെ കോർബൂസിയയെ ക്ഷണിക്കുകയും ചെയ്തു. ലെ കോർബൂസിയെ ചണ്ഡീഗഡിൻ്റെ രൂപകൽപ്പനയിൽ വഹിച്ച പങ്ക് ഇന്നും പ്രശസ്തമാണ്. നഗരത്തെ ഹൃദയാകൃതിയിലുള്ള ഒരു റെക്റ്റിലീനിയർ ഗ്രിഡായി ഡിസൈൻ ചെയ്തു. സെക്ടറുകൾ എന്ന പേരിൽ പ്രദേശങ്ങൾ വിഭജിക്കുകയും ഓരോ സെക്ടറുകളും ഓരോ സ്വതന്ത്രമായ പൂർണ്ണതയായി രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. സർക്കാർ മന്ദിരങ്ങൾ ഉൾപ്പെടുന്ന ക്യാപിറ്റോൾ കോംപ്ലക്സ്, മനോഹരമായ റോക്ക് ഗാർഡൻ, സൂഖ്, റോസ് ഗാർഡൻ തുടങ്ങിയവ ഇവരുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ചണ്ഡീഗഡ് ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ളതും ആധുനിക നഗര നിർമ്മാണ ശാസ്ത്രത്തിലെ മാതൃകയുമായിരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ പല നഗരങ്ങളിലൂടെയും സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോൾ മറ്റെവിടെയും കാണാത്ത കുറച്ചു സവിശേഷതകൾ ഇവിടെയുണ്ട്. അതിൽ ഒന്നാമത്തേത് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. നഗരത്തിൽ പലയിടങ്ങളിലും മാലിന്യങ്ങൾ സെപ്പറേറ്റ് ചെയ്തിടാനുള്ള ഡസ്റ്റ്ബിൻ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. പല ഭാഗങ്ങളും വൃത്തിയാക്കുന്ന കാഴ്ചകളും യാത്രക്കിടയിൽ കാണാനായി. മറ്റൊരു സവിശേഷത സൈക്ലിംഗ് പാത്താണ്. സൈക്കിൾ യാത്രയ്ക്കായി പ്രത്യേക പാതകൾ ഇവിടെ റെഡിയാണ്. ഇത് ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതശൈലിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റൊന്ന് ഇവിടുത്തെ പച്ചപ്പാണ്. നഗരങ്ങൾ വെറും കോൺക്രീറ്റ് കാടുകളാകാതെ പുരോഗതിയെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റായി കാണുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം. ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പച്ചപ്പ് ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു അനുഭവമാണ്. ഇവിടത്തെ റൗണ്ടബൌട്ടുകളുടെ മനോഹാരിതയും എടുത്തു പറയേണ്ടതാണ്. ഓരോന്നും പൂച്ചെടികളും മറ്റും വച്ച് അത്രയും ഭംഗിയാക്കിയിരിക്കുന്നു. ഈ കാണുന്നത് ഇവിടുത്തെ പ്രധാന ഭക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മധ്യമാർഗ് സെക്ടർ 26-ലാണിത്. ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട്. ഗൂഗിളിൽ നോക്കി ഗംഭീര റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. ഭക്ഷണം വളരെ ആവറേജ് ടേസ്റ്റും ക്വാണ്ടിറ്റിയും ആയിരുന്നെങ്കിലും വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നീട് സുവോളജിക്കൽ പാർക്കിലേക്ക് പോകുകയുണ്ടായി. സ്വന്തം ആവാസ വ്യവസ്ഥയിൽ നിന്നും നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിച്ചതിൻ്റെ ഒരു ഉഷാറുകുറവ് എല്ലാ മൃഗങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ പക്ഷികൾക്കെല്ലാം നല്ല ഉത്സാഹവും ആറ്റിറ്റ്യൂഡുമായിരുന്നു. പിന്നീട് സുഗ്ന ലേക്കിലേക്ക്. അവിടെയെല്ലാം ചുറ്റിയടിച്ച് നടന്നു. കുറേ മനുഷ്യരെ കണ്ടു. കുറച്ചുപേരെല്ലാം ബോട്ടിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ തടാകത്തിൻ്റെ തീരങ്ങളിൽ കൂടി കുട്ടികളുടെ കൈ പിടിച്ച് കുറച്ചുനേരം നടന്നു. ഈ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ ഒരു ചോദ്യം അലട്ടിക്കൊണ്ടേയിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 78 വർഷം പിന്നിട്ടിട്ടും ചണ്ഡീഗഡ് പോലെയുള്ള അധികം നഗരങ്ങൾ നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാകാം?